ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാലയാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ വാക്സിൻ്റെ ഷീറ്റ് എടുത്ത് ഇതേപോലെ ഒരു നെക്ക് ഡിസൈനാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞ് B7000 യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ DM ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഞാൻ B7000 നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പിൻ്റെ കുന്തനാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ കുന്തൻ വർക്കിൻ്റെ ആണ് ചെയ്യുന്നത്. കുന്തൻ സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ പല മോഡൽസ് ഉണ്ട്. കുറേ വെറൈറ്റി ആയിട്ട് 19ഓളം വെറൈറ്റി കളേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ അറേഞ്ച് ചെയ്ത് ഓർഡറിൽ നമ്മൾ വെക്കുകയാണ് കുന്തൻസ്. അപ്പോൾ ഡ്രോപ്പിൻ്റെ ഒരേ കളറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, മൾട്ടി കളറല്ല. അപ്പോൾ റെഡ്, ബ്ലാക്ക് അങ്ങനത്തെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഗോൾഡൻ വർക്ക് വരുന്നതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല മോഡലിലുള്ള മാലകൾ നമുക്കിത് ഇതേപോലെ വാക്സിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. അതേപോലെ വാക്സിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കാട്ടിലും നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാക്സിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ ചെയ്യാം. ഗ്ലാസിൻ്റെ ചെയ്യുമ്പോൾ പൊളിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വാക്സ് ഷീറ്റ് എടുക്കുമ്പോൾ ഇത് പൊളിയത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കും അവിടെ തന്നെ. കുന്തൻ്റെ ഡ്രോപ്പ് ഫുള്ള് നമ്മൾ ഗ്ലൂവിൽ മുക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബോൾ ചെയിനാണ്. ബോൾ ചെയിൻ ഫുള്ളായിട്ട് ഇതേപോലെ റൗണ്ടിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് വന്നിട്ട് ഒരു റൗണ്ട് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരു സൈഡ് പൊട്ടിച്ചിട്ട് ഇതേപോലെ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും, റൗണ്ട് അല്ലാതെയാണെങ്കിലും ഇതേപോലെ വട്ടത്തിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഫുള്ളി ഗ്ലൂ ഇടുകയാണ് ചെയ്യുന്നത്. മുകളിൽ കൂടെ നമ്മൾ വേറൊരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം B7000 ആയതുകൊണ്ട് തന്നെ നമ്മളിത് കാണാൻ പറ്റത്തില്ല, നന്നായിട്ട് ഉള്ളിലേക്ക് പോകും. അതേപോലെ ഒരു ഗ്ലാസ് ഫിനിഷിങ് കളറായത് കൊണ്ട് തന്നെ ഗ്ലൂ അവിടെ ഇരിക്കുന്നതോ ശ്രദ്ധയിൽ പെടത്തില്ല. നല്ല ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുക. ഇത് നമ്മുടെ മിക്സ്ഡ് കളറിൽ ഞാൻ വൈറ്റ് മാത്രം സ്റ്റോൺ പറക്കിയെടുത്ത് ഒട്ടിക്കുകയാണ്. ഇതേപോലെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം. ഇതേപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പണികളെന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യുകയാണ് വേണ്ടി. ഇത് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പം ഞാൻ നടുഭാഗം ഫ്രണ്ട് കട്ട് ചെയ്ത് ഉരുക്കിയിട്ടില്ല, അടിവശം ഡ്രോപ്പിൻ്റെ അവിടെ ഉരുക്കി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തത് ഉരുക്കുന്നത്. കട്ട് ചെയ്ത ഡ്രോപ്പ് V ഷേപ്പിലാണ് കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് അത് ഉരുക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകും. ഫുൾ ഉരുക്കാൻ നിൽക്കല്, വാക്സ് ഷീറ്റ് ഉരുക്കി പോകുന്നവർ ജസ്റ്റ്. ഇത് ഞാൻ രണ്ട് മോഡലിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ബെൻഡഡ് ഹൈപ്പിന് ഇതേപോലെ വെച്ച് വാക്സ് ഷീറ്റ് മുകളിൽ വെക്കുന്നു. ഇത് ഞാൻ കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വൈറ്റ് സ്റ്റോണിൻ്റെയും അതേപോലെ ഡ്രോപ്പിൻ്റെ ഇടയിൽ കൂടെ ഇത് കുത്തി ഇറക്കുകയാണ്. അപ്പോൾ സ്പേസിൽ ഒന്നിലും കാണത്തില്ല. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ജംപ് റിംഗ് ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ചെയിനും എടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് ചെയിനിൽ യൂസ് ചെയ്യാൻ പറ്റും ജംപ് റിംഗ് വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ കഴുത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇതേപോലെ ഉരുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ്, ഗ്ലൂ ഉണങ്ങാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ ഫ്രണ്ടിൽ ഉരുക്കാതെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലൊന്നെങ്കിൽ ഈ കൊളുത്തിടാൻ ജംപ് റിംഗ് ഉപയോഗിച്ച് തന്നെ, അതല്ല എങ്കിൽ നമുക്ക് S കൊളുത്തിടാം. അതാകുമ്പോൾ ഒന്നും കൂടെ സുഖമാണ് എനിക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് S കൊളുത്താണ് ഇട്ടത്. ഇപ്പോൾ ഇത് നമുക്ക് കുന്തൻസ് ഗോൾഡൻ കളറിലായതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ S ടൈപ്പും അതേപോലെ ചെയിനൊക്കെ വേണ്ടി വരും. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഐപ്പിൻ അവിടെ വരെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വർണ്ണമാലയിലൊക്കെ കിട്ടുന്ന ആ മോഡൽ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല, ഉരുക്കുന്ന അത് കൂട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ചെയിന്. അപ്പോൾ ഇതേപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം.